പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ലാൻഡിംഗ് നിർത്താൻ തീരുമാനിക്കുകയും പകരം മറ്റൊരു സമീപനം പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ബദൽ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനോ വിമാനത്തെ വായുവിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഗോ അറൗണ്ട്. തെറ്റായ വേഗത, ഉയരം അല്ലെങ്കിൽ അലൈൻമെന്റ് പോലുള്ള അസ്ഥിരമായ സമീപനത്തിനിടയിൽ പൈലറ്റ് ഈ പ്രക്രിയ ആരംഭിച്ചേക്കാം. ലാൻഡിംഗ് സുരക്ഷിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോഴെല്ലാം ഗോ അറൗണ്ട് ആരംഭിക്കുന്നു. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, റൺവേ തടസ്സങ്ങൾ, റൺവേയിലെ ഗതാഗത കുരുക്ക്, പ്രവർത്തന പിശകുകൾ അല്ലെങ്കിൽ വിമാനത്തിന്റെ വേഗത, ഉയരം അല്ലെങ്കിൽ റൺവേയുമായുള്ള വിന്യാസം, സുരക്ഷിതമായ പാരാമീറ്ററുകളിൽ ഇല്ലാത്ത അസ്ഥിരമായ സമീപനങ്ങൾ എന്നിവ കാരണം ഈ അവസ്ഥകൾ ഉണ്ടാകാം. ഗോ അറൗണ്ട് ആരംഭിക്കുമ്പോൾ പൈലറ്റ് നിരവധി അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നു. റൺവേയിൽ നിന്ന് ഉയരാൻ എഞ്ചിൻ ത്രസ്റ്റ് വർദ്ധിപ്പിക്കുക, വിമാനത്തിന്റെ പിച്ച് നിലത്തുനിന്ന് ഉയർത്താൻ ക്രമീകരിക്കുക, ലാൻഡിംഗ് ഗിയർ പിൻവലിക്കുക തുടങ്ങി ATCയുമായി ആശയവിനിമയം നടത്തി ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറിനെ അറിയിക്കുകയും മറ്റൊരു ലാൻഡിങ്ങിന് ശ്രമിക്കുകയോ വഴിതിരിച്ചുവിടലിന് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വ്യോമയാന വ്യവസായത്തിന്റെ സുരക്ഷയോടെയുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ ഗോ അറൗണ്ട് നടപടിക്രമം. കൂടാതെ സുരക്ഷിതമായ ടച്ച് ഡൗണിന് സാഹചര്യങ്ങൾ അനുയോജ്യമല്ലെന്ന് പൈലറ്റുമാർ വിലയിരുത്തിയാൽ ലാൻഡിംഗ് നിർത്താൻ ഇത് അനുവദിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.